ഈ ചിത്രം കണ്ടോ? 2026 ഫുട്ബോൾ ലോകകപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നാട്ടുപുറങ്ങളിൽ കണ്ടത് ഇതുപോലെയുള്ള ഫ്ലെക്സ് ബോർഡുകളാണ്. എല്ലാ ടീമിൻ്റെയും താരങ്ങളെ വെച്ചും നെയ്മറിനെയും മെസ്സിയെയും ക്രിസ്ത്യാനോയും ഒക്കെ ഉൾക്കൊള്ളിച്ച് ഒരു സിംഗിൾ ഫ്ലെക്സിനകത്ത് എല്ലാ ടീമുകളും ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് പല സ്ഥലങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ കണ്ടത്. ഒരുപക്ഷെ സ്ഥലപരിമിതി കൊണ്ടൊക്കെ ആയിരിക്കാം. ആ ഒരു 90s കിഡ് എന്നുള്ള നിലയ്ക്ക് 2010 ലോകകപ്പ് മുതൽ ഞാൻ ഈ ഫുട്ബോൾ ലോകകപ്പിനെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ അന്നും ഫ്ലെക്സ് ബോർഡ്, ഫ്ലെക്സ് യുദ്ധങ്ങൾ വളരെ സജീവമാണ്. ഇന്നത്തെ പോലെ 400 അടിയും 100 അടിയും 200 അടിയും ഒന്നും ഇല്ലെങ്കിലും അന്ന് കട്ടൗട്ടുകളുടെ പേരിലാണ് മത്സരിച്ചിരുന്നത്. പക്ഷേ അന്നൊക്കെ കണ്ടിരുന്ന ഒട്ടും പോസിറ്റീവ് അല്ലാത്തൊരു കാര്യം, ഏതെങ്കിലും ഒരു ടീം മത്സരിച്ച് ഏതെങ്കിലും ഒരു റൗണ്ടിൽ വെച്ച് പരാജയപ്പെടുകയാണെങ്കിൽ അടുത്ത നിമിഷം തന്നെ മറ്റു ടീമുകളുടെ ആരാധകർ ഓടി വന്ന് ആ ഫ്ലെക്സ് ബോർഡുകൾ അതുപോലെ തന്നെ അവരുടെ കൊടിയൊക്കെ കത്തിക്കുന്ന മോശം സംസ്കാരമായിരുന്നു അന്നൊക്കെ കണ്ടിരുന്നത്. അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ആൾ തന്നെയായിരിക്കും ഞാനും. പക്ഷേ ഇന്നതിന്ന് ഒരുപാട് മാറ്റം ഉണ്ടായി. ടീമുകൾ ഒരുമിച്ച് ഫ്ലെക്സ് വെക്കുന്നതിലപ്പുറം ഇന്നും ലോകകപ്പ് കഴിഞ്ഞ് റോട്ടിലൂടെ നിങ്ങൾ സഞ്ചരിച്ച ഒരുപാട് നാടുകളിൽ ആ വെച്ച ഫ്ലെക്സ് ബോർഡുകൾ അതുപോലെ നിൽക്കുന്നത് കാണാം. ചില സ്ഥലങ്ങളിലുണ്ടായ അടിപിടികളും മറ്റുമൊക്കെ ഉണ്ടായിട്ടില്ല എന്നല്ല, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരുപാട് കുറവാണ്. നമ്മുടെ ആളുകളുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റും സിവിക് സെൻസും ഒക്കെ ഉയരുകയാണ് ഓരോ വർഷം കഴിയുന്തോറും എന്നുള്ളതാണ് ഇതിന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. ഇന്ന് പക്ഷേ അതേ സമയത്ത് കൂട്ടമായിരുന്ന് കളി കാണാൻ വലിയ സ്ക്രീനുകൾ വെച്ചും ക്ലബ്ബുകളിലൊക്കെ വലിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടൊക്കെയാണ് ഫുട്ബോൾ ആരാധകർ ലോകകപ്പിനെ വരവേൽക്കുന്നത്. നമ്മുടെ ആളുകളുടെ സംസ്കാരം, ഫുട്ബോൾ സംസ്കാരം അടിപിടി സംസ്കാരത്തിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നത് സോഷ്യൽ മീഡിയയിലെ സ്റ്റിക്കർ യുദ്ധങ്ങളും ചില സമയങ്ങളിൽ മാസ് ഡയലോഗുകളോടുകൂടിയുള്ള റീലുകളിലുമൊക്കെ ആണ് ഈ യുദ്ധം എത്തിച്ചേർന്നിരിക്കുന്നതെങ്കിലും പഴയ തരത്തിലുള്ള ഈ ഫ്ലെക്സുകൾ കീറി അതിൻ്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഒരുപാട് എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിൽ അതിനൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്, നമ്മുടെ ഫുട്ബോൾ സംസ്കാരം ഇതുപോലെ മാറട്ടെ, നമുക്കും നാളെ ലോകകപ്പ് കളിക്കാൻ കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു.